അറിയാം. കാരണം ഇത് ഞങ്ങൾ ശാസ്ത്രീയമായ രീതിയിലാണ് വിശദീകരിക്കുന്നത്. നമ്മുടെ ഈ ബയോമാഗ്നറ്റിസം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ബേസിക്കലി ഇത് ഞങ്ങൾ 3 മുതൽ 4 വിഷയങ്ങളായി ചർച്ച ചെയ്യുന്നുണ്ട്. ആദ്യം ബ്ലഡ് സർക്കുലേഷൻ, പിന്നെ നമ്മൾ ശരീരത്തിനുള്ള ഡിസോൾവ് ഓക്സിജനെ കുറിച്ച് സംസാരിച്ചു. അയൺ നമ്മുടെ ശരീരത്തിൽ ഓക്സിജൻ എങ്ങനെ വ്യാപിപ്പിക്കുന്നു എന്നതിനെ കുറിച്ച് സംസാരിച്ചു. ഈ മാഗ്നറ്റ് ഒരു രോഗത്തിനുമുള്ള മരുന്നല്ല. ഈ മാഗ്നറ്റ് ഉപയോഗിച്ചാൽ ആ രോഗം മാറും, ഈ രോഗം മാറും എന്നൊക്കെ ഈ ബയോട്ടോറിയം പറഞ്ഞിട്ടേ ഇല്ല. ഞങ്ങൾ ഈ വീഡിയോയിലൂടെ പറഞ്ഞത് ഇതാണ്: ബ്ലഡ് സർക്കുലേഷൻ ഡിസ്റ്റർബ് ആയാൽ ഓക്സിജൻ ലെവൽ ഡിസ്റ്റർബ് ആവും, അങ്ങനെ ബ്ലഡ് സെൽസ് വീക്ക് ആകും. ഈ ബ്ലഡ് സെൽസ് അൺഹെൽത്തി ആയാൽ പിന്നെ എന്തൊക്കെയാവും സംഭവിക്കുക? ബ്ലഡ് സെൽസ് ഹെൽത്തി ആകാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം? പിന്നെ അതിന്റെ മാഗ്നറ്റിസം എന്താണ്? ആൾട്ടർനേറ്റീവ് മാഗ്നറ്റിക് തെറാപ്പി എന്താണ്? അത് ലോകം മുഴുവൻ എന്ത് ചെയ്യുന്നു? അതിനെക്കുറിച്ചൊക്കെ എത്രത്തോളം പുസ്തകങ്ങളുണ്ട്? മാഗ്നറ്റിസം എന്ത് ചെയ്യുന്നു എന്ന് ശാസ്ത്രീയമായി വിശദീകരിച്ചു. അതിനാൽ ഈ ബയോട്ടോറിയം ആ രോഗം മാറും, ഈ രോഗം മാറും എന്ന് യാതൊരു ഗ്യാരണ്ടിയും വാറണ്ടിയും നൽകിയിട്ടില്ല. ഞങ്ങൾ നിങ്ങളെ ഇത് മനസ്സിലാക്കാനാണ് ശ്രമിച്ചത്. അതായത് മാഗ്നറ്റ്, ബയോമാഗ്നറ്റ് ഇതുപയോഗിച്ചു തുടങ്ങിയാൽ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ മെച്ചപ്പെടും, ഹെൽത്തി ആകും. അങ്ങനെ ബ്ലഡ് സർക്കുലേഷൻ ഇംപ്രൂവ് ആയാൽ ബൈ ഡിഫോൾട്ട് നമ്മുടെ ശരീരത്തിലെ ഓക്സിജന്റെ അളവ് വർദ്ധിക്കും. ഓക്സിജന്റെ അളവ് വർദ്ധിച്ചാൽ ബ്ലഡ് സെൽസ് ഹെൽത്തി ആകും. ഇത് ഒരു തരത്തിലുമുള്ള മരുന്നല്ല. ഒരു രോഗവും മാറ്റാനുള്ള മരുന്ന് ഈ കമ്പനി നൽകുന്നില്ല. ബ്ലഡ് സെൽസ് ഹെൽത്തി ആയാൽ നാച്ചുറലി നിങ്ങളുടെ എല്ലാ രോഗങ്ങളും മാറുന്നതായിരിക്കും. ഞങ്ങൾ ലക്ഷക്കണക്കിന് പ്രോഡക്റ്റുകൾ ഇന്ത്യ മുഴുവൻ